ടി സിദ്ദിഖ് എം എൽ എ ഒരു ഘട്ടത്തിൽ എനിക്കൊപ്പം ചേരുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഹൈക്കോടതി വിധിയുടെ ആദ്യ ഭാഗങ്ങൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു വിധിയുടെ ഇടപെടൽ എത്രത്തോളം പ്രതീക്ഷ പകരുന്നത്? ഒന്ന്, അനന്തമായി നീണ്ടുപോയ ഒരു പുനരധിവാസത്തിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ വിധിന്യായം ഏറെ ആശ്വാസം പകരുന്ന ഒന്നാണ്. കാരണം ഇനി പുനരധിവാസത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് സർക്കാരിന് കടക്കാം. ഇതുവരെ ഉണ്ടായിരുന്ന സ്ഥലം, പ്രാഥമികമായി പുനരധിവാസത്തിന് വേണ്ടത് സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലം ലഭ്യമായില്ല എന്നുള്ള പ്രയാസത്തിന് അറുതി വരുന്നതാണ് ഈ കോടതി വിധി. ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ടതായ കാര്യം, ഈ പുനരധിവാസ പ്രവർത്തനത്തെ, ലാൻഡ് അക്വിസിഷൻ പ്രവർത്തനത്തെ കോടതിയിലേക്കും നിയമവ്യവഹാരത്തിലേക്കും കൊണ്ടുപോയി നടക്കേണ്ടിയിരുന്ന പുനരധിവാസത്തിൻ്റെ 5 മാസം നഷ്ടപ്പെടുത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒരിക്കൽ പോലും പുറകോട്ട് പോകാൻ ഒക്കില്ല. കാരണം അവർ പ്രാഥമികമായി ചർച്ച നടത്തി. ഇപ്പോൾ കോടതി പറഞ്ഞത് കോമ്പൻസേഷൻ കൊടുക്കാനാണ്. കോമ്പൻസേഷൻ പോരാ എങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാം എന്ന് പറഞ്ഞു. അത് സർക്കാർ അന്ന് സംസാരിച്ച് തീർത്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഓൾറെഡി ഇപ്പോൾ ലാൻഡായി കൺസെഷൻ ഒരു ഘട്ടം എത്തുന്നതായിരിക്കുന്ന തലത്തിലേക്ക് ആകുമായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ദുരന്തബാധിതരായ ആളുകളോട് ചെയ്ത അനീതിയാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാരിന് ഒരിക്കൽ പോലും മാറി നിൽക്കാൻ സാധ്യമല്ല. മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം, ഇനി സർക്കാർ ചെയ്യേണ്ടതായ കാര്യം, ഒന്ന്, സമയബന്ധിതമായിട്ടുള്ള ഒരു പുനരധിവാസം സാധ്യമാക്കണം. സമയബന്ധിതമായ പുനരധിവാസം ടൈം ബൗണ്ടായിട്ടുള്ള കലണ്ടർ വൈസ് ആയിട്ടുള്ള പ്രോഗ്രാം ആവണം. വീട് എന്ന്, ഏത് സമയത്ത് പൂർത്തിയാകും, ഏത് സമയത്ത് ഏതൊക്കെ കാര്യങ്ങൾ അവിടെ പൂർത്തീകരിക്കും, ഏത് സമയത്ത് അവരുടെ റെൻറ്റഡ് വീടുകളിൽ നിന്ന് അവരെ ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റും. ഈ കാര്യത്തിൽ ഒരു വ്യക്തതയും സമീപനവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ദുരന്തബാധിതരായ പരിക്കുപറ്റിയ ആളുകളുണ്ട്. അവരുടെ ചികിത്സ വളരെ ബുദ്ധിമുട്ടോടുകൂടി മുന്നോട്ട് പോകണം. സർക്കാർ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ആളുകളുടെ ചികിത്സ വളരെ കൃത്യതയോടുകൂടി നടത്താൻ വേണ്ടിയിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി ഇടപെടണം. കാരണം ആരോഗ്യമന്ത്രിക്ക് ഇത് ദുരന്തമായതുകൊണ്ട് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ആയതുകൊണ്ട് മുഖ്യമന്ത്രി ഇതിലിടപെട്ട് കൈകാര്യം ചെയ്യണം. ആരോഗ്യമന്ത്രിക്ക് മാത്രം പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അവർ മുഖ്യമന്ത്രി ഇടപെട്ട് ഇത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യത്തിൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ഒരു ഉന്നതതല കമ്മിറ്റി രൂപീകരിക്കണം. അതിൽ മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ, ലോക്കൽ ബോഡീസ്, MP, MLA, സർവകക്ഷി പ്രതിനിധികൾ, അതോടൊപ്പം ദുരന്തബാധിതരുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു കമ്മിറ്റി. ഈ കമ്മിറ്റി ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കണം. ഇതിനാവശ്യമായിട്ടുള്ള അടിയന്തരമായ നടപടിയും, അതോടൊപ്പം സ്പോൺസേഴ്സ് പലരും വിഡ്രോ ചെയ്തു. ഈ സ്പോൺസേഴ്സിൻ്റെ മീറ്റിംഗ് സർക്കാർ വിളിക്കാത്തതാണ് പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ മീറ്റിംഗ് വിളിച്ചിരുന്നുവെങ്കിൽ ഈ സ്പോൺസേഴ്സ് ഒന്നും വിഡ്രോ ഇല്ല. ഇപ്പം നിരവധി സ്പോൺസേഴ്സ് പിൻവലിഞ്ഞു. അപ്പോൾ സ്പോൺസേഴ്സിൻ്റെ മീറ്റിംഗ് വിളിക്കാനുള്ള നടപടി അടിയന്തരമായി സർക്കാർ സ്വീകരിക്കണം. ഇത് ഞങ്ങൾ നേരത്തെ അസംബ്ലിയിൽ പറഞ്ഞതാണ്. അസംബ്ലിയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ഞാൻ എൻ്റെ അസംബ്ലി പ്രസംഗം കൺക്ലൂഡ് ചെയ്യുന്നത് സ്പോൺസേഴ്സ് മീറ്റിങ്ങും അതോടൊപ്പം നിയമപരമായിട്ടുള്ള നൂലാമലകളിലേക്ക് കൊണ്ടുപോകരുത്, ഈ 2 കാര്യം പറഞ്ഞിട്ടാണ്. അപ്പോൾ സർക്കാരിൻ്റെ കാര്യത്തിൽ ഈ വിഷയങ്ങളിലൊക്കെ ജാഗ്രത കുറവും, ഇതിൽ പ്രയോറിറ്റി സർക്കാരിൻ്റെ കാര്യത്തിൽ ഇത് ദുരന്തബാധിതരുടെ പ്രയോറിറ്റി അവരുടെ മനസ്സിൽ ഇപ്പോൾ ഇല്ല എന്നുള്ള തോന്നലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാര്യം, ഇപ്പോൾ ദുരന്തമുണ്ടായി മാസങ്ങൾ പിന്നിട്ടു, പുനരധിവാസത്തിൻ്റെ ഒരു തുടക്ക പ്രവർത്തനം പോലും ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. ആത്യന്തികമായിട്ടുള്ള ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറത്ത് എന്തുകൊണ്ടായിരിക്കും ഇത് ഇത്രയധികം വൈകാനുള്ളൊരു കാരണം അങ്ങ് മനസ്സിലാക്കി? ഒന്ന്, 4 അംഗ മന്ത്രിസഭാ ഉപസമിതിയെ സർക്കാർ ഫിക്സ് ചെയ്തു. ആ 4 അംഗ മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ വന്ന് ഒരു യോഗം ചേർന്ന് ഇവരോട് നേരിട്ട് സംസാരിച്ചിട്ട് എത്ര മാസങ്ങളായി? ഓഗസ്റ്റ് 13, 14 അവർ പോയതാണ്, തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ സർക്കാരിന് കിട്ടുന്ന റിപ്പോർട്ട് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു ദുരന്തത്തിന് 2 ഫേസ് പുനരധിവാസമാക്കി. എന്തിനാണ് 2 ഫേസ് ആക്കുന്നത്? ഭൂമി അവിടെ ഉണ്ട്, അവിടെ CMDRF 682 കോടിയുണ്ട്.
SDR ഫണ്ട് വേറെയുണ്ട്, സ്പോൺസേഴ്സ് ഉണ്ട്, പര്യാപ്തമാണ് പുനരധിവാസം നടത്താൻ. ഞാൻ ചോദിക്കുന്നത് എന്തിനാ 2 ഘട്ടമാക്കണേ? ഒരൊറ്റ ഘട്ടമാക്കിയാൽ മതി. ആദ്യത്തെ ഘട്ടത്തിൻ്റെ 388ഓളം ആളുകളുടെ ഒരു ലിസ്റ്റ് സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 70ഓളം ഡബിൾ എൻട്രിയും ട്രിപ്പിൾ എൻട്രിയാണ്. ഇതാരാ ഉണ്ടാക്കിയത്? ബോധമില്ലാതെയാണോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ? അപ്പോൾ സർക്കാർ ആശ്രയിക്കുന്നത് ലോക്കൽ ബോഡീസിനെയോ ജനപ്രതിനിധികളെയോ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടോ അല്ല. സർക്കാർ ആശ്രയിക്കുന്ന സംവിധാനം ഗുരുതരമായി പാളിച്ചയാണ്. അപ്പോൾ സർക്കാരിന് ഗുരുതരമായിട്ടുള്ള പാളിച്ചകളുണ്ട്. ആ പാളിച്ച തിരുത്താൻ സർക്കാർ തയ്യാറാവും. അത് തന്നെയാണ് ഇപ്പോൾ വന്ന ഹൈക്കോടതി വിധിയുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്രയധികം അത് വൈകാനുള്ളൊരു കാരണം സർക്കാർ നടപടിയിലുണ്ടായ്മ പോരായ്മ തന്നെയാണെന്നുള്ളതാണ് കൽപ്പറ്റ MLA കൂടിയായിട്ടുള്ള കോൺഗ്രസ് നേതാവ് ടി സിദ്ദീഖ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അറുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.